നീ ഈ പാട്ട് കേട്ടായിരുന്നാ? ഏതാ? പച്ച 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 പച്ച. പച്ച പച്ചയല്ല, അറ്റാച്ച്. അങ്ങനെയാണ് കൊറിയനിൽ അപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്തായാലും നല്ല വൈബ് പാട്ട്. പച്ച 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 പച്ച. കൊള്ളാം. കൊറിയൻ പോപ്പ് ബാൻഡായ ബ്ലാക്ക് പിങ്ക് താരം റോസയും അമേരിക്കൻ പോപ്പ് താരം ബ്രൂണോ മാസും ഒരുമിച്ചെത്തിയ അപ്പാർട്ട്മെന്റ് എന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. ഒന്നും രണ്ടുമല്ല, ലോകമെമ്പാടുമുള്ള 37 ലക്ഷം ആളുകളാണ് ഈ ഗാനം ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് 1 മാസത്തിനകം 43 കോടി ആളുകൾ വീഡിയോ യൂട്യൂബിൽ കാണുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാം തുറന്നാൽ അപ്പാർട്ട്മെന്റ് ഗാനത്തിന് ചുവടുവയ്ക്കുന്ന മമ്മൂട്ടിയെയും ദിലീപിനെയും ലാലിനെയും എല്ലാം കാണാം. പാട്ടിന്റെ തുടക്കം മുതൽക്കുള്ള ഈ റിഫ്രഷിംഗ് ബീറ്റ് അത് തന്നെയാണ് അപ്പാർട്ട്മെന്റിനെ ഇത്രയധികം ട്രെൻഡിങ് ആക്കിയത്. എന്നാൽ എന്താണ് അപ്പാച്ച്? ലളിതമായി പറയുകയാണെങ്കിൽ കൊറിയയിലെ ഒരു ഡ്രിങ്കിംഗ് ഗെയിമാണ് അപ്പാച്ച് അഥവാ അപ്പാർട്ട്മെന്റ്. അതായത് സുഹൃത്തുക്കളുമായി 2 അടിച്ചിരിക്കുമ്പോൾ നേരം പോക്കിനായി കൊറിയക്കാർ കളിക്കുന്ന ഒരു ഗെയിം. ഗെയിംസിന്റെ റൂൾസ് എല്ലാം ഭയങ്കര സിമ്പിളാണ്. ആദ്യം എല്ലാവരും ചേർന്ന് വട്ടത്തിലിരുന്ന് മീതയ്ക്ക് മീതെ കൈകൾ വെക്കും. കൂട്ടത്തിൽ ഒരാൾ ഒരു സംഖ്യ പറയും. ഇതനുസരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് കൈകൾ കൊണ്ടുവരണം. എണ്ണിത്തീരുമ്പോൾ ആരുടെ കൈയാണോ ഏറ്റവും മുകളിലുള്ളത് അവർ വീണ്ടും ഡ്രിങ്ക്സ് കഴിക്കണം. സിമ്പിൾ. ഈ ഗെയിമിന് മുന്നോടിയായി ഇവർ അപ്പാർട്ട്മെന്റ് എന്നർത്ഥം വരുന്ന അപ്പാച്ച് എന്ന വാക്ക് താളത്തിൽ പാടിക്കൊണ്ടിരിക്കും. ഈ ഗെയിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊറിയൻ പോപ്പ് താരമായ റോസെ അപ്പാച്ച് എന്ന വാക്ക് ഗാനത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. റോസെ ഈ ഗാനത്തിനായി ഒരു ഡ്രിങ്കിംഗ് ഗെയിം തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കൊറിയക്കാരുടെ മദ്യപാന സംസ്കാരം. അതെ, കൊറിയൻ സംസ്കാരത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മദ്യപാനം. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുമിച്ചുള്ള മദ്യപാനം സഹായിക്കുമെന്നാണ് കൊറിയക്കാർ വിശ്വസിക്കുന്നത്. ബന്ധം ദൃഢമാക്കാനായി സഹപ്രവർത്തകരുമായി ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഹോസിക് എന്ന മദ്യപാന സെഷനുകളും കൊറിയയിലുണ്ട്. എന്തിനേറെ പറയണം, കൊറിയൻ ജോബ് ഇന്റർവ്യൂകളിൽ മദ്യപാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സോറി, വിഷയത്തിൽ നിന്ന് തെന്നിമാറി. എന്തായാലും അപ്പാർട്ട്മെന്റ് ഗാനത്തിന് പിന്നാലെ കൊറിയയിലെ ഒഴിച്ചുകൂടാനാവാത്ത മദ്യപാന സംസ്കാരം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. പാട്ട് ട്രെൻഡിംഗ് ആയതോടെ അപ്പാച്ചെ ഗെയിം ലോകമെമ്പാടുമുള്ള മദ്യപാനികൾ ഏറ്റെടുക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട്.